ഹായ്, നമസ്കാരം എല്ലാവർക്കും. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ എടുക്കാനായിട്ടുള്ള യാത്രയിലാണ്. അപ്പം നമ്മൾ നല്ല സ്ഥലങ്ങളാണല്ലോ. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അരുവിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ ഇവിടുന്ന് ചെന്ന് പൊൻകുന്നം ചെന്ന് നേരെ കൂരാലി ചെന്ന് താഴോട്ടിറങ്ങി നമ്മൾ നേരെ പള്ളിക്കത്തോടാണ് ആ പ്ലേസ് ഉള്ളത്. പള്ളിക്കത്തോട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. പള്ളിക്കത്തോടാണ് ഈ അരുവിക്കുഴി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരുപാട് നല്ല രസമാണ്. അവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളും കുറേ സമയങ്ങൾ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങളെ ഇന്ന് അത് കാണിക്കാനുള്ള യാത്രയിലാണ് ഞാൻ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ യാത്രയിലാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേനുള്ള വിവരങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മൾ പോകുന്ന വഴികളെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം ചെറുക്കടവിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പ്ലേസ് ചെറുക്കടവാണ്. അപ്പൊ ചെറുക്കടവിൽ നിന്ന് നേരെ നമ്മൾ പൊൻകുന്നം ഹൈവേ ആണ് ഇത്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ നമ്മളിപ്പോൾ പൊൻകുന്നം ചെന്നിട്ട് അവിടുന്ന് നേരെ പാലാറോഡിൽ കയറി കൂരാലിൽ നിന്ന് നമ്മൾ താഴോട്ട് ലെഫ്റ്റ് കട്ട് ചെയ്താണ് നേരെ പള്ളിക്കത്തോട് ചെന്ന് നമ്മൾ ഈ പ്ലേസിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ യാത്ര ഇപ്പം മഴ പെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് എല്ലാം ഇറങ്ങിയപ്പോഴും മഴയായിരുന്നു. അപ്പം മഴ നമുക്ക് നല്ലതാണെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കമന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രചോദനം നിങ്ങളിങ്ങനെ പറയുന്നതുകൊണ്ടാണ് നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കാൻ പോകാനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം നമുക്കുള്ളത്. അപ്പൊ എല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പൊ ഓരോ യാത്ര പോകുന്ന അനുസരിച്ചുള്ള ഓരോ സ്ഥലം എത്തുന്ന തോറും നിങ്ങളെ ഓരോ പ്ലേസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളും അറിയാവുന്നതാണ്. എല്ലാവരും പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേന് അപ്പൊ നിങ്ങളെ അതിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കി തന്ന് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് യാത്രയുടെ വിവരങ്ങളിലേക്ക് കടക്കാം. ചെറുകടവിൽ നിന്ന് നേരെ പാലാ റോഡ് കയറിയിട്ടുണ്ട്. പാലാ റോഡിൽ നമ്മൾ പൊൻകുന്നം പള്ളിയാണിത്. നമ്മുടെ പൊൻകുന്നം പള്ളി എത്തി. പൊൻകുന്നം പള്ളിയാണിത്, പൊൻകുന്നം ടൗൺ പള്ളിയാണിത്. അപ്പം നമ്മൾ ഇവിടുന്നുള്ള പൊൻകുന്നം പള്ളി ആണ്. നമ്മൾ ഇവിടുന്ന് നേരെ കൂരാലിക്ക് ഉള്ള യാത്രയിലാണ്. കൂരാലിൽ നിന്ന് ലെഫ്റ്റ് ആണ് നമ്മൾ പോകേണ്ട. അരുവിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം. പള്ളിക്കത്തോട് ചെന്നിട്ടാണ് അരുവിക്കുഴി പോകേണ്ടത്. നിങ്ങളെ ഞാൻ യാത്രയ്ക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇല്ലത്തെ കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശവും ഭൂമിയും പോകുന്നേ. കയ്യിൽ വെള്ളിത്താലം കൊണ്ട് മുടികെട്ടി പൂവും ചൂടി വാർമേഘ പെണ്ണും പോകുന്നേ. നമ്മളിതിപ്പോ പാല വഴിക്കുള്ള കൊപ്രാക്കോളം എന്ന് പറയുന്ന സ്ഥലമാണ്. കൊപ്രാക്കോളത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയ ആശുപത്രി ഉണ്ട്, ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്. അത്യാവശ്യം എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റലാണിത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇനി നമ്മൾ മുന്നോട്ടുള്ള യാത്രയിലാണ്. ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ യാത്രയ്ക്ക് നല്ലൊരു കുളിർമയുണ്ട്. നല്ല മഴയാണ് ഇപ്പം. നമ്മള് പാലാ വഴിക്കുള്ള നമ്മളെ എളംകുളം എന്ന് പറഞ്ഞ സ്ഥലമായി. എളംകുളം അമ്പലമാണിത്. എളംകുളം അമ്പലം പേര് കേട്ട അമ്പലമാണ്. നമുക്ക് ഈ റോഡിൽ നിന്ന് നല്ല വ്യൂ ആണ് ഈ അമ്പലത്തിന്. അമ്പലത്തിന്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അമ്പലം അങ്ങ് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയ വണ്ടി അങ്ങ് വരെ ചെല്ലുന്നതാണ്. നമ്മൾ പാലാ റോഡിലാണ്. നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇതാണ് എളംകുളം അമ്പലം. ഇനി നമ്മൾ മുന്നോട്ടുള്ള യാത്രയാണ്. അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് കൂരാലിയാണ്. അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് കൂരാലി ജംഗ്ഷൻ. കൂരാലിയിൽ നിന്ന് നേരെ നമ്മൾ ലെഫ്റ്റ് ആണ് പോകേണ്ടത്. നമുക്ക് ഇതൊരു ബോർഡ് കാണാം. ഇതുപോലെ ബോർഡുണ്ട്. കൂരാലി എന്നുള്ള ബോർഡുണ്ട്. ഇവിടുന്ന് പാലായ്ക്ക് നേരെയാണ്. ഇവിടുന്ന് പള്ളിക്കത്തോടാണ്. ഇവിടുന്ന് കൂരാലിൽ നിന്ന് നേരെ പള്ളിക്കത്തോടാണ് നമ്മൾ പോകേണ്ടത്. അവിടുന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് പോകേണ്ടത്. ബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. നല്ല ക്ലിയർ ആയിട്ട് കാണാം എല്ലാവർക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് ഇതൊരു കവലയാണ്. കുരിശുപള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനപ്പുറത്താണ് നമ്മളെ എളംകുളം പള്ളിയൊക്കെ. എളംകുളം പള്ളിയുണ്ട്. എളംകുളം അമ്പലമാണ് ഇവിടെ കണ്ടത്. ഇത് കഴിഞ്ഞാണ് എളംകുളം. നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യുവാണ്. താഴോട്ടാണ് പള്ളിക്കത്തോട് പോകുന്നത്. അപ്പൊ ഇതിന്റെ മുന്നോട്ട് പോകുമ്പോഴാണ് അതിന്റെ ഫ്രണ്ടിലോട്ടുള്ള പാലായിക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് എളംകുളം പള്ളിയുള്ളത്. ഒരുപാട് പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഈ പാലാവഴി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനുള്ളത്. ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവർക്കും മനസ്സിന് നല്ലൊരു സന്തോഷം തരുന്നതാണ്. പള്ളി അമ്പലം എല്ലാം കണ്ട് നമുക്ക് ഉള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് കൂരാലിയിൽ നിന്നുള്ള റോഡ് നമ്മൾ താഴോട്ടുള്ള റോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയൊരു പോക്കറ്റ് വഴി പോലത്തെ വഴിയാണ്. വലിയ വണ്ടിത്തിരക്കുള്ളതല്ല. നമ്മൾ ഹൈവേ പോലെയല്ല. എന്നാലും അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളും സ്പീഡും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. നല്ല വളവൊക്കെയാണ് ഈ വഴി. അപ്പം എല്ലാവരും വരുന്ന വഴിക്കൊക്കെ എല്ലാവരും നല്ലപോലെ
കൺട്രോളായിട്ട് വണ്ടി ഓടിച്ച് അപകടങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതെ നല്ല വളവില് ഓണൊക്കെ മിതമായിട്ട് അടിച്ച് എല്ലാവരും പോകണമെന്ന് പറയുവാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല വളവാണ് ഇവിടുന്ന് അങ്ങോട്ട്. നമുക്ക് നല്ല വ്യൂ ആണ്. അവിടെ എല്ലാം നല്ല മരങ്ങളും കാര്യങ്ങളും. മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര നല്ല രസകരമായ ഒരു യാത്രയാണ് ഇന്നത്തേത്. നമ്മൾ മഴ പെയ്യുമെന്ന് ഓർത്തില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. അത് കഴിഞ്ഞ് മഴ. ഇന്ന് മഴയാണെന്ന് കർക്കിടകം 1 അപ്പൊ കർക്കിടക മാസത്തിൽ മഴ പെയ്യേണ്ടതാണ്. അപ്പൊ ഇന്ന് 1-ാം തീയതി തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. എത്ര ദിവസത്തിന് മഴ കാണുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാലും ഇന്ന് മഴയാണ്. ഇന്ന് മഴയാണ്. എന്നാണേലും നമ്മുടെ യാത്ര അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടുന്ന് കൂരാലിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഒരു പ്രാവുംകൂട് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ് ഇത്. അത് അങ്ങനെ പറയാൻ കാര്യം ഇവിടെ ഒരു പ്രാവുംകൂടുണ്ട്. പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു പ്രാവുംകൂടാണിത്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ട്, ഇത് പ്രാവുംകൂട് ജംഗ്ഷനാണിത്. ഇതുണ്ട്, പ്രാവെല്ലാം അതിനകത്തുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അത്. നമുക്കിവിടെ പ്രാവുംകൂട് ജംഗ്ഷൻ എന്നാണ് ഈ ജംഗ്ഷന്റെ പേര്. നമ്മൾ പ്രാവുംകൂട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഇതൊരു ചെറിയ ജംഗ്ഷൻ ആണ്. ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുക്കണ്ടേ കേട്ടോ. റൈറ്റ് എടുക്കണേ. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലത്തിന്റെ ഒരു ചെറിയൊരു ശിവനും പാർവതിയൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയൊരു കാണിക്ക വഞ്ചി പോലത്തെ ഒരു ഇതുണ്ട്. പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഇതുണ്ട്. അതെല്ലാവരും ഒന്ന് ഓർത്തോണം. അവിടുന്ന് റൈറ്റ് എടുക്കേണ്ടത്. റൈറ്റ് എടുത്ത് നേരെ ഇനിയിപ്പോ നേരെ അങ്ങ് പോവാണ്. ഇനിയിപ്പോ നമ്മൾ ചെങ്ങളം ഉണ്ട്, ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ചെങ്ങളം പള്ളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചെങ്ങളം സ്കൂളുണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് നമ്മളിപ്പോ ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ആനിക്കാട് പള്ളിയായത്. ആനിക്കാടാണ് ഇത്. ആനിക്കാട് പള്ളിയാണിത്. വലിയ പള്ളിയാണ്, അത്യാവശ്യം വലിയ പള്ളിയാണ്. ആനിക്കാട് പള്ളി. ഇതിന്റെ സ്കൂള് കാര്യങ്ങളൊക്കെ അവിടെയാണ്. റൈറ്റ് സൈഡിൽ അതിന്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരിസ്കാറുണ്ട് പള്ളിയുടെ. ഒരു കപ്പോളയുണ്ട് ഇവിടെ. നമ്മളിപ്പോ ആനിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴിയാണ്. നമ്മൾ ഇതിൽ അവിടുന്ന് കൂരാറ്റിൽ നിന്ന് വരുമ്പം നമ്മൾ ഈ ആനിക്കാട് ഭഗവതി ക്ഷേത്രം ഉണ്ട്. ക്ഷേത്രത്തിന്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ. ഇവിടെ നല്ല രസമാണ്. അമ്പലത്തിന്റെ അങ്ങോട്ട് കയറി പോകുന്ന വഴിയും കാര്യങ്ങളും. സ്റ്റെപ്പ് കയറിയാണ് അമ്പലത്തിന്റെ അങ്ങോട്ട് ചെല്ലേണ്ടത്. ആ വഴിയായത്. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് ഇപ്പൊ നേരെ ചെല്ലുന്നത് ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് പള്ളിക്കത്തോടാവേ. പള്ളിക്കത്തോട് നമ്മൾ റൈറ്റ് എടുത്ത് നമ്മൾ നേരെ അവിടുന്ന് ലെഫ്റ്റ് എടുത്താണ് നേരെ അരുവിക്കുഴിക്ക് പോകുന്നത്. ഇപ്പൊ നമ്മൾ പള്ളിക്കത്തോടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തുക. ഇതിപ്പോ പള്ളിക്കത്തോട് സിറ്റിയിലേക്ക് ഇറങ്ങുവാണ്. ഇപ്പം ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. ഇതിപ്പോ പള്ളിക്കത്തോട് ജംഗ്ഷൻ ആണ് ഇത്. നമ്മൾ അവിടുന്ന് കൂരാലിൽ നിന്ന് വരുമ്പോൾ ഉള്ള പള്ളിക്കത്തോട് ജംഗ്ഷൻ ആണിത്. ഇവിടുന്ന് റൈറ്റ് ആണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഇവിടുന്ന് നേരെ റൈറ്റ് എടുത്തിട്ട് ചക്കല ഇങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. റൈറ്റ് എടുത്ത് അടുത്ത ലെഫ്റ്റ് ആണ് നമുക്ക് പോകേണ്ടത്. ഇനിയിപ്പോ നേരെ നമ്മൾ അരുവിക്കുഴിയാണ്. ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് റോഡാണ്. വേറെ ഇങ്ങോട്ടും തിരിയാനൊന്നുമില്ല. ഇനിയിപ്പോ നേരെ നമ്മൾ അരുവിക്കുഴിക്കാണ്. ഇവിടുന്ന് നേരെ ചെറിയ വഴിയാണ്, അത്യാവശ്യം വീതി കുറഞ്ഞ വഴിയാണ്. അത്യാവശ്യം വണ്ടിത്തിരക്കുകളെല്ലാം ഉള്ളതാണ് ഇവിടെ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണം. ഇത് നല്ലൊരു സ്ഥലമാണ്. ഇനിയിപ്പോ നമ്മൾ അധികം താമസിക്കാൻ അരുവിക്കുഴി എത്തുവേ. നമുക്ക് അരുവിക്കുഴി എത്തി. ഇവിടെ ഇതാണ് നമ്മൾ അരുവിക്കുഴി ജംഗ്ഷനാണ് ഇത്. നമ്മളിപ്പോ അരുവിക്കുഴിയായി. ഇതാണ് നമ്മുടെ അരുവിക്കുഴി ജംഗ്ഷൻ. അങ്ങോട്ട് ചെല്ലുവാണ് നമ്മളെ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് ആ കേട്ടോ. ഇവിടുന്ന് നമ്മൾ വന്ന് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. ഇവിടുന്നുള്ള കാര്യങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മളിവിടെ അരുവിക്കുഴിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ അവിടുന്ന് പാലത്തെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇവിടെ ഒരു ഫീസ് ഉണ്ട് കേട്ടോ. സർക്കാരിന്റെ ആണിത്. ഫീസ് ഉണ്ട്. ഫീസ് 26 രൂപയാണ് ഒരാൾക്ക് ഫീസ് കേട്ടോ. ഒരാൾക്ക് ഫീസ് എടുത്താല് പിന്നെ വീഡിയോഗ്രാഫി അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫിക്കൊക്കെ അവിടെ വേറെ ഫീസ് ഉണ്ട്. അതേണ്ട 600 സംതിങ് രൂപ അവിടെ അടച്ചാലേ നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ അങ്ങോട്ടുള്ള വഴി. നമുക്ക് ഇതിന്റെ വ്യൂ ഒന്ന് കാണാവേ. ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഇരിക്കാനുള്ള പലയിടത്തായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഇപ്പൊ വരുവാണെങ്കിൽ നമുക്ക് നല്ല കുളിക്കാനും എൻജോയ്മെന്റിനുള്ള നല്ല സ്ഥലം. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ അവധി ദിവസം ഒന്നും അല്ലാത്തതുകൊണ്ടാണ്. ശനി ഞായറൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. നല്ല വ്യൂ ആണ് ഇവിടെ. ഇത്രയും അടുത്ത് നമുക്ക് ഇത്രയും നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളും ഉള്ളത് കുറേ ആൾക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ടൊന്നും വരാതെ വിലക്കാട്ടം. നമുക്ക് ഇത്രയും ദൂരമേ ഉള്ളൂ. നമ്മുടെ മുന്നോട്ടുനിന്നാണേലും ഇവിടുന്ന് എല്ലായിടത്തുനിന്നും ഇത്രയും ദൂരമേ ഉള്ളൂ.
ഇവിടെ നല്ല സ്ഥലമാണ്. നമുക്ക് കുറച്ചു നേരമൊക്കെ വന്നിരുന്ന് സമയം കളയാനും ഒക്കെ നല്ലതാണ്. മേളിൽ നമുക്ക് ചായയും കടികളും ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ കടകളൊക്കെ മേളിലുണ്ട്. ഇതിന്റെ വ്യൂവിലേക്ക് പോവാം. ഇല്ലത്തെ കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശവും ഭൂമിയും പോകുന്നേ. കയ്യിൽ വെള്ളിത്താലം കൊണ്ട് ഇവിടെ അപകട മേഖല എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ജില്ലാ കളക്ടറുടെയാണ് ഈ അപകട മേഖല എന്നുള്ളൊരു ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സുരക്ഷിതമായിട്ടൊക്കെ വന്ന് ഇവിടെ നിൽക്കാവുള്ളൂ. കാരണം പാറയുണ്ട്, മേളിൽ നിന്നൊക്കെ തെന്നിപ്പോയിണാലൊക്കെ നല്ല പരിക്ക് പറ്റാൻ സാധ്യതയുള്ള സ്ഥലമാണ്. വഴിക്കലാണ് ഇവിടെ എല്ലാം. മഴ പെയ്ത് കിടക്കുമ്പോൾ ഇവിടെ നല്ല സെറ്റലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ വന്നാലേ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോകാവേ. ഇതൊരു പാലമാണ്. ഇത് ഇങ്ങനെ ഒരു പാലമാണ്, അങ്ങോട്ട് ഇറങ്ങാനുള്ള വെള്ളത്തിന്റെ അങ്ങോട്ട് പോകാനുള്ള ഒരു പാലമാണിത്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നാൽ. ഇവിടെ നിന്നാൽ നല്ല രസമാണ്. നമുക്ക് നല്ല നല്ല പ്രദേശമാണ് ഇവിടെ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ലൊരു സ്ഥലമാണിത്. നമുക്ക് ഇതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആണിത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് ഈ പാറ ഇങ്ങനെ കയറി അങ്ങോട്ട് ചെന്ന് നമുക്ക് അങ്ങോട്ട് ബാക്കി കാഴ്ചകൾ അവിടെയാണ്. മഴയുടെ സമയമാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല രസമാണ്. എല്ലാവർക്കും വന്ന് സമയം കളയാനും ചെലവഴിക്കാനും ഒക്കെ പിള്ളേരെയും കുഞ്ഞുങ്ങളെയും കൊണ്ടും പ്രായമായ അമ്മേനെയും അപ്പനെയും കൊണ്ടൊക്കെ വന്നാൽ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഒത്തിരി സമയം ചെലവഴിക്കാനുള്ള നല്ലൊരു പ്ലേസാണ് നമ്മുടെ ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പോകാം. അവിടുന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായിട്ട് നല്ല വെള്ള കളറിലുള്ള വെള്ളമാണ് വരുന്നത്. മഴ പെയ്യുന്നുണ്ടെങ്കിലും കലക്കലൊന്നും ഇല്ല. ഇപ്പം നല്ല വെള്ള കളറിലുള്ള വെള്ളമാണ്. നിങ്ങൾ നോക്കി, നല്ല പ്യൂർ വൈറ്റ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല രീതിയിലാണ് ഈ വെള്ളം അവിടുന്ന് കുത്തി ഒഴുകി ഇങ്ങോട്ട് വരുന്നത്. നമുക്കിവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ. അവരത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് പറയുന്നത്. എന്നാലും ആൾക്കാർ അത്യാവശ്യമുള്ള കുളികളും കാര്യങ്ങളും ഒക്കെ അവിടെ പിള്ളേരൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് അവിടുന്ന് മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ്. ഇത് അത്രയും ഹൈറ്റിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ എത്രയും നല്ല വ്യൂ നമുക്ക് കിട്ടാൻ കാര്യം. നമുക്ക് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സമയം ചെലവഴിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.